ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. അപ്പൊ നമ്മുടെ കടലപ്പിണ്ണാക്ക് വളവും ഉള്ളിത്തോൾ കഷായം ഒക്കെ കൊടുത്ത് നമ്മുടെ ചെടികളൊക്കെ അടിപൊളിയായി വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കൂടാതെ ഞാൻ വേറൊരു കാര്യം കൂടി ഈ ചെടിയിൽ ഉപയോഗിക്കലുണ്ട്. നമ്മൾ തയ്യ് പറിച്ച് നടുമ്പോൾ സ്യൂഡോമോണാസിൽ ലൈനിയിൽ മുക്കിയ തൈകളാണ് കേട്ടോ നട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് നിറയെ കായ പിടിച്ചു. അപ്പോൾ എങ്ങനെയാണ് സ്യൂഡോമോണാസ് വീട്ടിലുണ്ടാക്കണമെന്നാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഹൈഡിയേഴ്സ് വീട്ടിൽ എങ്ങനെ സ്യൂഡോമോണാസ് ഉണ്ടാക്കണം കേട്ടോ ഞാൻ വീഡിയോയിൽ പറയുന്നത്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ സീറോ ബഡ്ജറ്റ് വീഡിയോ അല്ല, തുടക്കത്തിൽ നമുക്ക് ഇതിന്റെ ഒരു ആവശ്യമുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇതിന്നാണ് നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുന്നത് വീട്ടിലുണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് എടുത്തിട്ടാണ് പ്രീ കൾച്ചർ എടുക്കുന്നത്. എത്ര വർഷമാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സ്യൂഡോമോണാസ് ഉണ്ടാക്കാം. പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഇത് അത്യാവശ്യം വിലയും കൊണ്ട് നമ്മൾ ഇത് വാങ്ങിയതും കൊണ്ട് ഇങ്ങനെ കഴിയുകയാണെന്ന് വെച്ചാൽ ഇതൊരു മാസത്തിനേ ഉള്ളൂ. പിന്നെ അടുത്തത് വാങ്ങേണ്ടി വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. വീട്ടിലുണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു മിത്ര ബാക്ടീരിയ ആണ് കേട്ടോ. ചെടീന്റെ വേര് മുതൽ ചെടികളിൽ മൊത്തം പ്രവർത്തിച്ചിട്ട് രോഗനിയന്ത്രണം ആണ് ഏറ്റവും നല്ലൊരു പ്രധാന ഉപയോഗം. പിന്നെ വിത്തുകൾ നമ്മൾ പാവാൻ ഉദ്ദേശിക്കുന്ന വിത്തുകളൊക്കെ വെള്ള തുണിയിൽ കിഴി കെട്ടിയിട്ട് സ്യൂഡോമോണാസ് ലൈനിയിൽ മുക്കി വെച്ചിട്ടൊക്കെ അടച്ച് പെട്ടെന്ന് മുളയ്ക്കും. പിന്നെ ചെടികൾ പറിച്ചു നടുമ്പോൾ പറിച്ച ശേഷം സ്യൂഡോമോണാസ് ലൈനിൽ ഒരു അരമണിക്കൂർ മുക്കി വെച്ചിട്ട് നടുകയാണെച്ചാൽ ഏറ്റവും നല്ല ഗുണമാണ്. അങ്ങനെ പൂവും കായും വരാനും ഒക്കെ നമ്മൾ തെളിച്ചു കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് എല്ലാം കൊണ്ട് ഉപയോഗമാണിത്. അപ്പൊ നമുക്കത് വലിയ വിലയും കൊണ്ട് എപ്പോഴും വാങ്ങാൻ കഴിയില്ല. അപ്പൊ ആദ്യം ഈ ഒരു കുപ്പി വാങ്ങിയാല് പിന്നെ നമുക്ക് അതിന് പ്രീ കൾച്ചർ ചെയ്ത് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ് തേങ്ങാവെള്ളമാണ് കേട്ടോ. നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് തേങ്ങാവെള്ളം. പിന്നെ വേണ്ടത് നമുക്കൊരു കുപ്പിയാണേ. അപ്പൊ ഈ കുപ്പിയിൽ നമ്മൾ ഒഴിച്ചു വെക്കുകയാണ്. ആദ്യം തേങ്ങാവെള്ളം ഒഴിക്കുകയാണ് ചെയ്യണത്. ഇത്തിരിയും കൂടി വലിയ കുപ്പിയാണെന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ആയിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അതാ തേങ്ങാവെള്ളം നമ്മൾ കുപ്പിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തെളി കഞ്ഞിവെള്ളമാണ് കേട്ടോ. അത് വേണമെങ്കിൽ ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഒഴിക്കാം. ഞാനിപ്പോൾ അതിക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സേ ഒഴിക്കുന്നുള്ളൂ. അതായത് 1 ഗ്ലാസ് തേങ്ങാവെള്ളം 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. തെളിയാണ് ഇത്. തെളി കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ ഇതിന്. തേങ്ങാവെള്ളം ഇത് തെളി കഞ്ഞിവെള്ളം ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ട് അല്ലേ. പക്ഷെ അത് രണ്ടും വേറെയാണ് കേട്ടോ. ഇനി അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും ഒഴിച്ചപ്പോ തന്നെ എന്റെ കുപ്പി നിറഞ്ഞിട്ടുണ്ടേ. കുപ്പി എന്തായാലും ഒന്ന് മാറ്റണം, വലിയ കുപ്പിയിലേക്ക് ആക്കണം, എന്നാലേ അത് ഷെയ്ക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ആ വേറെ കുപ്പിക്ക് മാറ്റുന്നതിന് മുന്നേ ഞാൻ വേറൊരു ഇൻഗ്രീഡിയന്റ് ഇതിൽ ചേർക്കണുണ്ട്. പഞ്ചസാരയാണ് കേട്ടോ അത്. അപ്പൊ 1 സ്പൂൺ പഞ്ചസാരയാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പൊ ഈ കുപ്പിന്റെ വായ്ഭാഗം ചെറുതായതിനാല് ഞാൻ ഈ സ്പൂണിന്റെ പിൻഭാഗം കൊണ്ട് ഇങ്ങനെയാണ് 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് തേങ്ങാവെള്ളം തന്നെയാണ്. പിന്നെയാണ് തെളി കഞ്ഞിവെള്ളം, പഞ്ചസാര, ഇതൊക്കെ വേണ്ടുള്ളൂ. അപ്പൊ ഇനി ഞാൻ വേറെ കുപ്പി അന്വേഷിച്ച് എനിക്ക് അതൊന്ന് അടച്ചു വെച്ചത്. കുപ്പിയൊക്കെ വേറെ റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് കുലുക്കിയതാണ്. അപ്പൊ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ കുപ്പി മാറ്റുകയാണേ. വലിയ കുപ്പിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് മാറ്റിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, വലിയ കുപ്പിയിലായപ്പോ അതിൽ പകുതിയുള്ളൂ. നമുക്ക് ഷെയ്ക്ക് ചെയ്യാനൊക്കെ എന്തോരം എളുപ്പാ. അപ്പൊ തന്നെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് ചുമ്മാ ഷെയ്ക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് വേണ്ടത് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്നാണ് കേട്ടോ പറയാ. വെറും സ്യൂഡോമോണാസ് അല്ല, കാരണം ഇതിൽ ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ട്. അപ്പൊ ഈ അടപ്പിന് 2 അടപ്പാണ് കേട്ടോ ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിക്കാൻ പോണത്.
ഇനി വർഷങ്ങളോളം നമുക്ക് സ്യൂഡോമോണാസിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഈ ഒരു കുപ്പിയിലത്തെ ഈ 2 അടപ്പ് സ്യൂഡോമോണാസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഈ കുപ്പിയിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ, അതിന്നാണ് 2-3 അടപ്പ് വീതം വേറെ കുപ്പിയിലേക്ക് തേങ്ങാവെള്ളവും പഞ്ചസാരയും കഞ്ഞിവെള്ളം ചേർത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ഒരു ദിവസം വെച്ചാൽ മതിട്ടത്. പിന്നെ അങ്ങനെ പ്രീ കൾച്ചർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ ദാ 4 ഇൻഗ്രീഡിയന്റും ചേർത്ത് ദാ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ദിവസം വെയിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് സ്യൂഡോമോണാസ് പ്രീ കൾച്ചർ ചെയ്ത് കിട്ടാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഷേക്ക് ചെയ്യണം കേട്ടോ. ഈ സ്യൂഡോമോണാസ് ലിക്വിഡ് ഒക്കെ ചേർത്തതാണല്ലോ. ബാക്കിയൊക്കെ ഏതാണ്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. എല്ലാ പൂക്കളും കായകളും ആവാനൊക്കെ ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്, വളം തന്നെയാണ്, ജൈവ കീടനാശിനിയും കൂടിയാണ്. നമ്മുടെ ഹോം മെയ്ഡ് സ്യൂഡോമോണാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2-3 അടപ്പൊഴിച്ച് ലായനിയാക്കി ചെടികളിൽ സ്പ്രേ ചെയ്യുകയും ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ജ്യൂസും കുപ്പിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ അടപ്പിൽ ഹോളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. സൂചിപ്പിന്നും കൊണ്ട് 3-4 മതി. നമുക്ക് നല്ലൊരു സ്പ്രെയറാക്കി മാറ്റാം ഈ കുപ്പിയെ. അപ്പൊ ഈ കുപ്പിയിലേക്ക് ഞാൻ 2 അടപ്പോളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്യൂഡോമോണാസ് ലിക്വിഡ് ഒക്കെ അണച്ചാൽ ഇത്തിരി നല്ല വീര്യം കൂടുതലായിരിക്കും. ഫ്ലൂറസെൻസ് ആണത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അണച്ചാൽ അത്ര വീര്യം ഇല്ലാത്തതും കൊണ്ട്, അതിൻ്റെ അത്ര വീര്യം ഇല്ലാത്തതും കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് 2 അടപ്പ് ഇതിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാൻ അതിൽ വെള്ളമാണ് നിറയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, രാസവളം ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഇതെന്നല്ല, നമ്മൾ ഒരു വളങ്ങളും ജൈവവളങ്ങളോ ജൈവ കീടനാശിനികളോ രാസവളം ഉപയോഗിക്കുമ്പോൾ പ്രയോഗിക്കാൻ പാടില്ല ചെടികളിൽ. അത് കേടാണ്. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെയും ചെടികൾക്ക് ഒരു ഗുണമില്ലാതെ വരുള്ളൂ. അപ്പോൾ ഈ കുപ്പിയിലുള്ളത് കൊണ്ട് ഞാനിതാ അങ്ങനെ ചെടികളുടെ മേലെ ഭാഗത്തൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂവൊക്കെ കായായി മാറാനൊക്കെ ഈ സ്യൂഡോമോണാസ് നല്ല ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ സ്യൂഡോമോണാസ് ഉണ്ടാക്കിയാലും ഏറ്റവും നല്ല ഗുണം തന്നെ നമ്മൾ മറ്റേ വാങ്ങുന്ന സ്യൂഡോമോണാസിൻ്റെ അത്ര തന്നെ ഗുണം കിട്ടുന്നുണ്ട് കേട്ടോ ചെടിക്ക്. പിന്നെ നമ്മൾ അത് നല്ലോണം ഷേക്ക് ചെയ്തിട്ട് ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് ചെടീൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണിത്. നമ്മൾ വാങ്ങുന്നതാണെന്ന് വെച്ചാൽ ഒരടപ്പ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം വെള്ളം നിറയ്ക്കുകയാണ്. ഇത് ഞാൻ ഒരടപ്പൊന്നല്ല, ഒരു 4-5 അടപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം വെള്ളം നിറച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ചെടിയൊക്കെ ഒരൊറ്റ ആഴ്ചയും കൊണ്ട് അത്രയും വന്നിട്ടുണ്ട്. 2 ഇല ഉണ്ടായിരുന്നുള്ളൂ കടലപ്പിണ്ണാക്ക് വളം കൊടുക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് ഭയങ്കര വേഗത്തിൽ വളർന്നത്. അപ്പോൾ ബാക്കിയുള്ള ചെടികളിലൊക്കെ ഇതാ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രേ ചെയ്യുന്നുണ്ട് അടിയിലേക്ക് ഒപ്പം അത് സ്യൂഡോമോണാസ് ലായനി വെള്ളം നമ്മൾ കലക്കി വെച്ചതുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ രാസവളം ഉപയോഗിക്കുന്നവരാണെച്ചാൽ തന്നെ ഇതൊക്കെ ചെയ്ത് ഒരു 15 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലാതെ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ വെറുതെ ആവും. പിന്നെ രാസവളം ഇല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഉണ്ടാക്കാമല്ലോ. നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണേ.